ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിനുള്ള ഒരുക്കങ്ങളാണ്. പക്ഷെ അതിനപ്പുറത്ത് നമ്മൾ ആവേശത്തോടെ കാത്തിരിക്കുന്നത് ഫൈനൽ മത്സരം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താരങ്ങൾ തമ്മിലുള്ള പോരാട്ടം കൂടിയാണ് യഥാർത്ഥത്തിൽ. ടീമുകൾ തമ്മിലുള്ള പോരാട്ടം ഒരു വശത്ത്, പക്ഷെ അതിനപ്പുറത്തേക്ക് താരങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് കൂടി നമ്മൾ കാണുകയാണ്. അങ്ങനെ കുറച്ച് താരങ്ങളെ നമ്മൾ ഇന്ന് ഒന്ന് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് മികച്ച പ്രകടനം നടത്തുന്ന രണ്ട് ടീമിലെയും താരങ്ങൾ അവരുടെ പൊസിഷനിൽ പൊസിഷനിലെയും ഓരോ താരങ്ങളെയും നമ്മൾ തൽക്കാലം ഒന്ന് എടുക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഗോൾ കീപ്പർമാർ ഉനൈ സിമോണും എമിലിയാനോ മാർട്ടിനസും, രണ്ട് പേരും അസാധ്യമായ പെർഫോമൻസ്. രണ്ട് പേരും അസാധ്യമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന താരങ്ങളാണ്. ഉനൈ സിമോണിന്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് ഹരി? ഉനൈ സിമോൺ തീർച്ചയായും ഈ ലോകകപ്പിൽ എമിലിയാനോ മാർട്ടിനസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പിടി മുന്നിലാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡിഫൻസും അതുപോലെ തന്നെ മിഡ്ഫീൽഡും അത്ര ഓർഗനൈസ്ഡ് ആണ് സ്പെയിൻ്റെ. അപ്പോൾ കാര്യമായ പരീക്ഷണങ്ങൾ പല മത്സരത്തിലും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല. ഒപ്പം തന്നെ ഈ ബെൽജിയത്തിനെതിരെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ മാത്രമാണ് ഒരു ഗോൾ വഴങ്ങിയത്. ബാക്കി എല്ലാ മത്സരങ്ങളും ക്ലീൻ ഷീറ്റാണ്. അപ്പം അത് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലൊക്കെ ചെറിയ ഔട്ടിങ്ങിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഉനൈ സിമോൺ ഇത്ര ക്ലീൻ ഷീറ്റ് വഴങ്ങിയതുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉണ്ടാവും. പിന്നെ പെനാൽറ്റിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പേർട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എമിലിയാനോ മാർട്ടിനസിൻ്റെ കാര്യം നമുക്കറിയാം. പക്ഷേ ഉനൈ സിമോൺ ആ ഒരു പ്രത്യേകത എന്തായാലും ഉണ്ട്. അപ്പോൾ കുബാർസിയും ലാപ്പോർട്ടും ഒക്കെ അടങ്ങുന്ന ആ പ്രതിരോധ നിരയെ മറികടന്ന് എത്തുന്നത് വളരെ ചുരുക്കമാണ്. അപ്പോൾ നമുക്കറിയാം ഫ്രാൻസ് പോലുള്ളൊരു ഈ ലോകകപ്പിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് നിരയായിരുന്നു. ആ ടീമിനെ അവർ ഗോൾ സ്കോർ ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. അപ്പോൾ അവിടെ തന്നെയാണ് ആ ഒരു ഡിഫൻസ് നിരയുടെയും ഉനൈ സിമോണിൻ്റെയും പ്രത്യേകിച്ചുള്ള വിജയം. നിർണായകമായ സേവുകൾ ഈ ടൂർണമെന്റ് ഉടനീളം നടത്തിയിട്ടുണ്ട്. നല്ല പാസിംഗ് ആക്യുറസി ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉനൈ സിമോൺ ഫൈനലിലും ഒരു നിർണായക ഘടകമായി മാറാൻ സാധിക്കും. എമിലിയാനോ മാർട്ടിനസ് എന്ന് പറയുന്ന താരം നമ്മൾ കണ്ടതാണ്. നിർണായക മത്സരങ്ങളിൽ എമിലിയാനോയുടെ പെർഫോമൻസ് എപ്പോഴും അർജന്റീനയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ലോകകപ്പ് ഖത്തർ ലോകകപ്പിന്റെ ഫൈനലിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഫ്രാൻസുമായുള്ള മത്സരത്തിൽ അവസാന നിമിഷം അദ്ദേഹം നടത്തിയ ഒരു വമ്പൻ സേവ് അതിപ്പോഴും ഒരു പക്ഷേ ലോകകപ്പിലെ എമിലിയാനോയുടെ നിഴൽ മാത്രമാണ്. അത് പറയാം ഓക്കെ. അപ്പം അത് അദ്ദേഹത്തിന്റെ ആ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഈ ലോകകപ്പിലേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഗ്രാഫിൽ ഇതുവരെ ഈ നിമിഷം വരെ അത് കുറവുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം സുപ്രധാനമായിട്ടുള്ള പല മത്സരങ്ങളിലും അദ്ദേഹം മുന്നോട്ടേക്ക് വന്ന് പന്തെടുക്കുന്നതിലോ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് കാണുന്നില്ല. പക്ഷേ എന്നാൽ പോലും നിർണായകമായ സേവ് ഇപ്പോൾ കേബ് വെർദെ ആയിട്ടുള്ള മത്സരത്തിലൊക്കെ വളരെ ക്രൂഷ്യൽ മൊമെന്റിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഗംഭീരമായിട്ടുള്ള സേവുകളുണ്ട്. അത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരിടം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ എമിലിയാനോ ഫുൾ ഫോമിലേക്ക് വന്നോ എന്ന് ചോദിച്ചാൽ അതിന് നോ എന്ന് തന്നെയാണ് മറുപടി. പക്ഷെ ഫോമിലെത്തുന്ന എമിലിയാനോയെ ഭയക്കേണ്ടി വരും സ്പെയിൻ. കാരണം ആ കോട്ട പൊളിച്ചു പോകാൻ, ആ വല കുലുക്കാൻ സ്പെയിൻ ഒരിച്ചിരി കഷ്ടപ്പെടും. കാരണം എമിലിയാനോ ആണ് പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇതിലിപ്പോൾ നമ്മൾ ഫൈനൽ മത്സരമാണല്ലോ, അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പാനിഷ് താരങ്ങൾ ഒന്ന് പേടിക്കുമെന്നുള്ളതിലൊരു സംശയമില്ല. കാരണം മെന്റൽ അഡ്വാൻറ്റേജിൽ എമിലിയാനോ മാർട്ടിനസ് ഒരുപാട് മുന്നിലാണ്. മാത്രമല്ല ഹൈറ്റിന്റെ കാര്യത്തിൽ ഇപ്പം അദ്ദേഹത്തിന് 195 സെന്റിമീറ്റർ ആണ് അദ്ദേഹത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഉനൈ സിമോൺ 190 ആണ്. അപ്പോൾ ഒരു നേരിയ അഡ്വാൻറ്റേജ് ഫിസിക്കലി അദ്ദേഹത്തിനുണ്ട്. പിന്നെ അതിനപ്പുറത്ത് നേരത്തെ ഹരി പറഞ്ഞതുപോലെ ഈ പെനാൽറ്റി ഷൂട്ടൗട്ട് വന്നാൽ താരങ്ങളുടെ മനസ്സ് അളന്ന് മെന്റലി ഭയങ്കരമായിട്ട് ഫുട്ബോൾ കളിക്കുന്ന മൈൻഡ് ഗെയിം ആ സമയത്ത് കൊണ്ടുവരാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് എമിലിയാനോ മാർട്ടിനസ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഷൂട്ടൗട്ടിലേക്ക് എത്തിക്കാതിരിക്കാനാവും സ്പെയിൻ. ഇതിലൊരാളായിരിക്കും ഗോൾഡൻ ഗ്ലൗ നേടാൻ സാധ്യത. കാരണം ഫൈനലിൽ എത്തുന്നത് കൊണ്ട് തന്നെ ഉനൈ സിമോണ് കുറച്ചധികം സാധ്യതയുണ്ട്. കാരണം ഈ ടൂർണമെന്റിൽ 650 എമിലിയാനോ മാർട്ടിനസ് എനിക്ക് തോന്നുന്നു ഒരു മത്സരത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ മത്സരത്തിലും ഗോൾ വഴങ്ങാതിരുന്ന ഒരു താരം കൂടിയാണ്. എന്തായാലും രണ്ട് ഗോൾ കീപ്പർമാർ തമ്മിലുള്ള ഫൈറ്റ് കൂടിയായിരിക്കും ഈ ലോകകപ്പിന്റെ ഫൈനൽ എന്ന് പറയുന്നത്. ഓക്കെ, പ്രതിരോധ നിരയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ രണ്ട് താരങ്ങളെ, ഒന്ന് ലിസാൻഡ്രോ മാർട്ടിനസ്, ഒന്ന് പൗ കുബാർസി, ഇത് രണ്ട് എൻഡിൽ നിൽക്കുന്ന താരങ്ങളാണ്. കാരണം ഒരാള് 19 വയസ്സേ ആയിട്ടുള്ളൂ, ലോകകപ്പിലെ ഫൈനൽ കളിക്കാൻ പോവുകയാണ്. ഏറ്റവും നിർണായക ഘടകമായി മാറിക്കഴിഞ്ഞു സ്പെയിനിന്. പൗ കുബാർസി എന്നുള്ള 19-കാരൻ വിസ്മയിപ്പിക്കുകയാണ് പ്രതിരോധത്തിൽ. അദ്ദേഹത്തെ ഇത്ര വലിയൊരു ഉത്തരവാദിത്തം കോച്ച് ലാഫ്കോന്റെ ഏൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രായത്തിന്റെ ഒരു കാര്യം നമ്മൾ പലപ്പോഴും പറയില്ല, പ്രായം ഒരു ഘടകമാണ് എന്നൊക്കെ പറയും. പക്ഷെ അതൊരു ഘടകമേ അല്ല. ലാമാസിയ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും. ഇപ്പോൾ യമാലും കുബാർസിയും പെഡ്രിയും ഗാവിയും ഒക്കെ ലാമാസിയ പ്രൊഡക്ട്സ് ആണ്. അപ്പം അവരവിടെ നേരിടാൻ പോകുന്നതാവട്ടെ ലയണൽ മെസ്സി ലാമാസിയെ തന്നെയാണ് നേരിടാൻ പോകുന്നത്. അപ്പോൾ കുബാർസി ആ ക്വാളിറ്റി എന്തായാലും കാണിക്കും. അപ്പോൾ അദ്ദേഹം 19 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
സമ്മർദ്ദത്തിൽ അടിമപ്പെട്ടിട്ടൊന്നുമില്ല. അദ്ദേഹം എല്ലാ മത്സരങ്ങളിലും ഞാൻ പറഞ്ഞില്ല ക്ലീൻ ഷീറ്റാണ് സ്പെയിൻ എല്ലാ മത്സരങ്ങളും നേരിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ബെൽജിയത്തിനെതിരായ മത്സരത്തിൽ മാത്രമാണ് ഒരു ഗോൾ വഴങ്ങേണ്ടി വന്നത്. അപ്പോൾ അവിടെ ഉനൈ സിമോണ് വലിയ പണിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കുബാർസിയുടെ പെർഫോമൻസ് ആണ്. ഒപ്പം ലാപ്പോർട്ട് എക്സ്പീരിയൻസ് ഉള്ള താരമാണ്, അദ്ദേഹത്തിനൊപ്പം ചേർന്ന് ഗംഭീര പണി. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ എംബാപ്പേനെയൊക്കെ പോക്കറ്റിലാക്കി, എംബാപ്പയ്ക്ക് ഒന്നും കളിക്കാൻ തന്നെ പറ്റും. കുബാർസിയെ കടന്നു പോവുക ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള ദിവസമായി കഴിഞ്ഞാൽ അർജന്റീനക്കാരൊന്ന് വേർക്കും. പക്ഷേ മറുവശത്ത് നമ്മൾ ലിസാൻഡ്രോ മാർട്ടിനസിനെയാണ് നമ്മൾ എടുക്കുന്നത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ ആണ്. അതോടൊപ്പം തന്നെയാണ് സ്കലോണിപ്പടയിലെ ഏറ്റവും വിശ്വസ്തനായ പ്രതിരോധ ഭടനാണ്. ഒന്ന് അങ്ങോട്ട് കയറി ചെല്ലണമെങ്കിൽ ലിസാൻഡ്രോയുടെ അനുവാദം വേണ്ടി വരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ പന്ത് അല്ലെങ്കിൽ രണ്ടിലൊന്നേ കടന്നു പോകുള്ളൂ എന്ന് നമ്മൾ പറയുക. കഴിഞ്ഞ മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടു ഭയങ്കര അധ്വാനിച്ച് കളിക്കുന്നു. അതെ, പക്ഷെ തുടക്കം തന്നെ ഒരു യെല്ലോ കാർഡ് കിട്ടിയത് കൊണ്ട് സെക്കൻഡ് ഹാഫിൽ വലിക്കേണ്ടി വന്നു, ഒറ്റ വേണ്ടിനെ ഇറക്കേണ്ടി വന്നു. പക്ഷെ അല്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ ഒരു റീപ്ലേസ്മെന്റ് ഓപ്ഷൻ തന്നെ ഇല്ല ലിസാൻഡ്രോയ്ക്ക്. അതാണ് മാത്രമല്ല അദ്ദേഹം മുന്നോട്ടേക്ക് വരാനും ഗോൾ അടിക്കാനും. അതാണ് ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം പറയുമ്പോൾ അതാണ്. ലിസാൻഡ്രോ കുറച്ചും കൂടെ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന താരമാണ്.